2024 മലയാള സിനിമയ്ക്ക് സുവർണ വർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിലും മട്ടിലും ബോക്സ് ഓഫീസിലും വലിയ മാറ്റങ്ങൾ കാഴ്ചവെച്ചിരിക്കുകയാണ് പുതിയ മലയാള സിനിമകൾ. 2023 തിയേറ്ററുകളിലും OTTയിലുമായി ആകെ 246 സിനിമകളാണ് റിലീസായത്. അതിൽ പല സിനിമകളും മുടക്കിയ മുതൽ പോലും കിട്ടാതെ പെട്ടിയിലുമായി. 2023 ആകെ ബോക്സ് ഓഫീസ് വിജയം കണ്ടത് 2018 നേര്, RDX, കണ്ണൂർ സ്ക്വാഡ്, രോമാഞ്ചം എന്നീ ബ്ലോക്ക് ബസ്റ്റർ മൂവി. വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. നിനക്കൊക്കെ ഒരു ധാരണയാണ് ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ ഒരു തല്ലാനുള്ള ലൈസൻസ് ആണ്. കൂട്ടത്തിയുടെ മിടുക്കന്മാരാകുമ്പോൾ നമ്മൾ മിടുമിടുക്കന്മാരാണ്ടേ എല്ലാവരും പിടിക്കാൻ പറ്റും. സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വെച്ച് വെച്ചാൽ പെൺകുട്ടി കൊടുത്ത വാക്കാം. ആത്മാവേവ 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 ആത്മാവ് വന്നു. എന്റെ പൊന്നു ജീവികളെ കഞ്ഞിയും കുടിച്ച് പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്നാൽ ഇതിനെ മുഴുവൻ മറികടക്കുന്നതാണ് 2024 ആദ്യ മാസങ്ങളിൽ തന്നെ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൂടെ മലയാള സിനിമ കണ്ട വിജയം. ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് തന്നെ മലയാള സിനിമ ഉഷാറാകുകയാണ്. കോടികളുടെ വിജയക്കൊടി പറപ്പിച്ച ആ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. പറവ ഫിലിംസിന്റെ മഞ്ഞുമൽ ബോയ്സ്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். சாத்தானின் அடுக்கறை. மனிதன் உணர்வுக்குள்ளது மனித காதல் அல்ல. அதையும் தாண்டி புனிதமானது. കുട്ടേട്ടാ. ചിദംബരം രജനിയും സംവിധാനവും നിർവഹിച്ച 2024 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. പറവ ഫിലിംസിനു വേണ്ടി ബാഹു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ചിത്രം. ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ വിനോദയാത്രയിൽ അപ്രത്യക്ഷമായി വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നതാണ് ഈ കഥ. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി S പൊതുവാൾ, ലാൽ ജൂനിയർ, ദീപക് പറമ്പേൽ, അഭിരാം രാധാകൃഷ്ണൻ, അരുൺ കുര്യൻ, ഖാലിദ് റഹ്മാൻ, ചന്തു സലീം കുമാർ, വിഷ്ണു രഘു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 2023 ജനുവരിയിൽ കൊടൈക്കനാലിൽ ആരംഭിച്ച് ഒന്നിലധികം ഷെഡ്യൂളുകളിലായി 101 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ഇതുവരെ ബോക്സ് ഓഫീസിൽ നേടിയത് 240 കോടിയാണ്. പ്രേമലു. പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടിയാക്കും. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാരി ആദി. അയ്യോ, എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. ആ, അതിലെനിക്ക് സംശയമുണ്ട്. ഇനി നടക്ക പോறது യുദ്ധം. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഗിരീഷ് AD രജനിയും സംവിധാനവും നിർവഹിച്ച 2024 മലയാളം റൊമാന്റിക് കോമഡി ചിത്രമാണ് പ്രേമലു. ഈ ചിത്രത്തിൽ നസ്ലിൻ K ഗഫൂർ, മമിത ബൈജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത്. കേവലം 9 കോടി ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. 136 കോടിയാണ് പ്രേമലു നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ. ആന്ധ്രയിലും തെലങ്കാനയിലും ചിത്രത്തിന്റെ തെലുങ്ക് ഡബ് വേർഷൻ നേടിയത് 15 കോടിയിലധികം രൂപയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് പ്രേമലു OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ആടുജീവിതം. अंदर से कोई बाहर ना जा सके. ഇപ്പോഴും ബോക്സ് ഓഫീസിൽ തകർപ്പൻ വിജയം കാഴ്ചവെക്കുന്ന ആടുജീവിതം ആഗോള ബോക്സ് ഓഫീസിൽ ഇതുവരെ 150 കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. 82 കോടി ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ബ്ലസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പൂർത്തിയാക്കിയ ആടുജീവിതം
വളരെ പെട്ടെന്ന് തന്നെ 50 കോടി 100 കോടി ക്ലബ്ബുകളിൽ എത്തിയിരുന്നു. അതേസമയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. പൃഥ്വിരാജാണ് നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സൗണ്ട് മിക്സിംഗ് നിർവഹിച്ചത് റസൂൽ പൂക്കുട്ടിയുമാണ്. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒരുക്കിയത് പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാനാണ്. വിഷ്വൽ റൊമാൻസ്, ഇമേജ് മേക്കേഴ്സ്, ജെറ്റ് മീഡിയ പ്രൊഡക്ഷൻസ്, KGA ഫിലിംസ്, അൾട്ട ഗ്ലോബൽ മീഡിയ എന്നീ പ്രൊഡക്ഷൻ കമ്പനീസ് ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡ് ആടുജീവിതം തകർക്കുമോ എന്ന് പ്രതീക്ഷയുമുണ്ട്. ബ്രഹ്മയുഗം. വീണ്ടെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗ്യം പോലെയാ. ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഒരു ഡാർക്ക് ഫാന്റസി ഹൊറർ ചിത്രമാണ് ബ്രഹ്മയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോയും വൈനോട്ട് സ്റ്റുഡിയോയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിലെ മമ്മൂട്ടിയുടെ മാന്ത്രികനായ കൊടുമൻ പോറ്റി എന്ന കഥാപാത്രവും അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരത് എന്നിവരുടെ പ്രകടനവും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധ നേടി. ബ്രഹ്മയുഗം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 86 കോടിയാണ്. 30 കോടി രൂപയ്ക്ക് സോണി ബ്രഹ്മയുഗത്തിന്റെ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കി. മറ്റു ഭാഷകളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. 27.73 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം പ്രദർശിപ്പിച്ച ആദ്യ ദിനം തന്നെ കേരളത്തിൽ 3 കോടി കളക്ഷൻ നേടുകയും ആദ്യവാരത്തിൽ ആഗോളതലത്തിൽ 32 കോടിയിലധികം കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. എബ്രഹാം ഓസ്ലർ. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? We are dead men walking, broken, cursed, forgotten. സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. Kind of strange, അല്ലേ? Anything can happen to anyone, anytime. മിഥുൻ മാനുവൽ തോമസ് സഹനിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് ചിത്രീകരിച്ച 2024 ക്രൈം ത്രില്ലർ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. ചിത്രത്തിൽ ജയറാമിനോടൊപ്പം മമ്മൂട്ടി, അനശ്വര രാജൻ, അനൂപ് മേനോൻ, ദിലീഷ് പോത്തൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഒരു പരമ്പര കൊലയാളിയെ പിടികൂടാനുള്ള ACP എബ്രഹാം ഓസ്ലറുടെ ശ്രമങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മാനുവൽ മൂവി മേക്കേഴ്സ്, നേരം പോക്ക് എന്നിവരാണ് പ്രൊഡക്ഷൻസ് കൈകാര്യം ചെയ്തത്. 6 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടി കളക്ഷൻ നേടി. അന്വേഷിപ്പിൻ കണ്ടെത്തും. ആരെയും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഒന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന. വെറും ഒരു മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അരിച്ചു വറക്കണം. 2024 പുറത്തിറങ്ങിയ ഒരു കുറ്റാന്വേഷണ ത്രില്ലർ മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. 40 കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയ ചിത്രം 8 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഡാർവിൻ കുര്യാക്കോസ് ആണ് സംവിധാനം. കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ കൊലപാതക കേസിന്റെ കഥ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ടോവിനോ തോമസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെ കൈകാര്യം ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത്. യൂഡ്ലി ഫിലിംസ്, തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്നീ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതേസമയം കഴിഞ്ഞ ആഴ്ച ഫെസ്റ്റിവൽ റിലീസിൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ആവേശവും പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷവുമാണ് ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുന്ന ഏറ്റവും പുതിയ സിനിമകൾ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇരു ചിത്രങ്ങളും ആദ്യ ദിനം തന്നെ 10 കോടി വീതം നേടി.